സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു CPM പ്രവർത്തകരുടെ ആക്രമണം. വിവരങ്ങളുമായി സുമേഷ് മോറാഴ് ചേരുന്നുണ്ട്. സുമേഷ്, വടിവാളും കൊണ്ടുള്ള CPM പ്രവർത്തകരുടെ പ്രകടനം, കൊലവിളി, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കേരളം കണ്ടത്. ഇപ്പോൾ 5 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? തീർച്ചയായും ടോം, ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലയിൽ വ്യാപകമായ അക്രമ പരമ്പരകളായിരുന്നു നടന്നു വന്നത്. അത്തരമൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാനൂർ നടന്ന അക്രമത്തിന്റെ പേരിലാണ് ഈ 5 CPM പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കൊളവല്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പാറാട് സ്വദേശികളായിട്ടുള്ള അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ വോട്ടെണ്ണൽ ദിവസമായിട്ടുള്ള വൈകിട്ട് 5:30 അതിൽ പ്രധാനമായ കാരണം, അത് ഇത്തരമൊരു സംഘർഷത്തിന് കാരണമായത് ഈ 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെയുള്ള ഒരു പഞ്ചായത്ത്, അതായത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നത്. അങ്ങനെ 11 സീറ്റ് UDF-ഉം 9 സീറ്റും മാത്രമാണ് LDF നേടാൻ സാധിച്ചത്. അങ്ങനെ ഈ UDF പ്രവർത്തകർ ഇതിലൊരു വിജയം പ്രകടിപ്പിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ടൗണിൽ ഇവിടെയുള്ള ഒരു അങ്ങാടിയിൽ, അതായത് പാറാട് അങ്ങാടിയിൽ വെച്ചിട്ട് ഒരു ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ഈ പ്രകടനത്തിന് നേരെയായിരുന്നു ഈ CPM പ്രവർത്തകർ ഈ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട്, വടിവാളും എടുത്തുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഈ പ്രകടനത്തിന് നേരെ തിരിയുകയും അങ്ങനെ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തത്. ഈ സംഘർഷത്തെ തുടർന്നാണ് ഇപ്പോൾ 5 CPM പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാലും ബാക്കിയുള്ളവരൊക്കെ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ വ്യാപകമായ അക്രമമായിരുന്നു ജില്ലയിൽ ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് ദിവസം, അതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ ദിവസവും ഉണ്ടായത്. ഏതായാലും കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവരെ ഇപ്പൊ പോലീസ് തെരഞ്ഞു വരികയാണ്. ടോം, വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് വിവരം നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, പാനൂർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകും, കൂടുതൽ പേരെ പിടികൂടുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാസർഗോഡ്